ഇന്ന് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, അത് ഷോർട്ടായിട്ട് പറയുന്നത് BPT എന്ന അല്ലെ, BPT തിയറം, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാം. ആ തിയറം ഇങ്ങനെയാ: ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇന്റർസെക്ട് ദി അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ് പോയിന്റ്സ്, ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ദ സെയിം റേഷ്യോ. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല, ബട്ട് ഫിഗർ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. സി, ഒരു ട്രയാങ്കിൾ ഉണ്ട് നമ്മുടെ കയ്യില്. ഓക്കെ, നമുക്ക് ആ ട്രയാങ്കിളിന്റെ നെയിം ABC എന്ന് കൊടുത്തേക്കാം. ABC. ഇപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്: ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ ഇപ്പൊ നമ്മൾ വരച്ച ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ചൂസ് ചെയ്യാം. നമുക്കിപ്പം BC ചൂസ് ചെയ്തേക്കാം. BCക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വേണം. ഓക്കെ, പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടു ഇന്റർസെക്ട് ദ അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ് പോയിന്റ്സ്. ഇത് കണ്ടോ, ഈ പാരലൽ ലൈൻ പോയിട്ട് മറ്റേ രണ്ട് സൈഡ്സിനെയും രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഈ തിയറത്തിൽ പറയുന്ന സിറ്റുവേഷൻ. നമുക്ക് ആ പോയിന്റ്സിന് നെയിം ചെയ്തേക്കാം. ഇത് P എന്നും ഇത് Q എന്നും ഇരിക്കട്ടെ. അപ്പൊ തന്ന കണ്ടീഷൻ ഇങ്ങനെയാ: PQ ഈസ് പാരലൽ ടു BC എന്നുള്ളതാണ് തിയറത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. Then എന്നിട്ട് എന്ത് പറ്റുമെന്നാ പറയുന്നത്? ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. അതായത് AP ബൈ PB ഈസ് സെയിം ആസ് AQ ബൈ QC. അതാണ് തിയറം ശരിക്കും പറഞ്ഞാല്. അപ്പം AP ബൈ PB ഈസ് ഈക്വൽ ടു AQ ബൈ QC. ഇതാണ് ഇപ്പൊ നമുക്ക് BPT എന്ന് പറഞ്ഞ പറയുന്ന തിയറം. ഇതെങ്ങനെയാ പ്രൂവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഒരു പ്രൂഫ് ദാറ്റ് ക്വസ്റ്റ്യനിൽ നോർമലി നമ്മൾ ഗിവൺ എഴുതണം, ടു പ്രൂവ് എഴുതണം, അങ്ങനെയൊക്കെയാണല്ലോ അല്ലെ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ? നമ്മൾ തന്നെയാണ് പടം വരച്ചത്, അപ്പൊ നമ്മൾ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ചില സമയത്ത് ക്വസ്റ്റ്യന്റെ ഫിഗർ തരും. അപ്പൊ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതേണ്ടി വരില്ല. ഇതിപ്പോ ഇങ്ങനെ ഒന്നും തരാം, മീൻ തിയറം മാത്രം തന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാണോ വരച്ചത് അത് നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എഴുതാം ആദ്യം ABC ഈസ് എ ട്രയാങ്കിൾ. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? PQ അല്ലെ, PQ പാരലൽ ടു ആരാണ്? PQ പാരലൽ ടു BC ആണ് അല്ലെ. താഴത്തെ ലൈനിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വരച്ചത്, അത് നമ്മൾ പറഞ്ഞു വെക്കണം. PQ പാരലൽ ടു BC. ആൻഡ് ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഗിവൺ ഡാറ്റ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനൊരു പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്, ആ പാരലൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്. ഇനി ഇതാണ് ശരിക്കും പറഞ്ഞ ടു പ്രൂവ് എന്ന് പറഞ്ഞ് എഴുതുന്നത്, ടു പ്രൂവ്. അപ്പോ ഇനി ഈ ഒരു പ്രൂഫ് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ബേസിക് കൺസെപ്റ്റ്സ് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. നമ്മൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വെച്ചാണ് ഈ ഒരു പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻസ്. ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ട്രയാങ്കിളിൽ ഇത് ബേസും ഇത് ഹൈറ്റും ആയിട്ട് എടുക്കാം. അപ്പം ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ ഏരിയ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി എടുക്കാറ്. സെക്കൻഡ് ട്രയാങ്കിളിന്റെ കേസിൽ കുറച്ച് ചെരിഞ്ഞ ട്രയാങ്കിൾ, പക്ഷെ എന്നാലും ഹൈറ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഹൈറ്റ്, ഇതാണ് ബേസ് ആയിട്ട് എടുക്കുക. അപ്പം എങ്ങനെ അല്ലെ. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി വേറെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെ. ഇവിടെ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ എനിക്കിപ്പോ ബേസ് ആയിട്ട് ഇയാളെ തന്നെ എടുക്കണം. ഇത് തന്നെയാണ് എന്റെ ബേസ് എന്ന് പറഞ്ഞാൽ. ഈ ബേസിലോട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഇപ്പൊ ഈ ബേസ് താഴത്തെ ഉള്ളത് നമ്മുടെ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇവിടെയാ. ഇവിടുന്ന് ഈ ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെയാ. ഇതാണ് ശരിക്കും പറഞ്ഞ ഹൈറ്റ് ഓഫ് ദിസ് ബേസ് ഫ്രം ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. കണ്ടോ, ബേസിന് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നോർമലി നമുക്ക് പെട്ടെന്നൊരു ട്രയാങ്കിൾ കാണുമ്പോൾ മനസ്സിലാവത്തില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ തിയറത്തിലൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ഹൈറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ബേസ് ആയിട്ടും എടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുള്ളത്. വേറൊരു കൺസെപ്റ്റും കൂടി ഈ ഒരു പ്രൂഫിന് ആവശ്യമുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ആർ ഈക്വൽ. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് പാരലൽ ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്ക് പല രീതിയിൽ ട്രയാങ്കിൾസ് വരയ്ക്കാം. ഇപ്പൊ ഞാനൊരു ട്രയാങ്കിള് ഇങ്ങനെ വരയ്ക്കാന്ന് വിചാരിച്ചു. ഓക്കെ, സി, ആ ട്രയാങ്കിൾ വരച്ചപ്പം ശ്രദ്ധിച്ചോ, ഇതിനകത്ത് A B C നെയിം ഇട്ടെന്ന് വിചാരിച്ചു. ഈ AC
ഓക്കെ, ഇതിനകത്ത് ഈ പറയുന്ന എ സി എന്ന് പറയുന്നത് ഒരേ ഒരു ലൈനിലുണ്ട്, ബി എന്ന് പറയുന്നത് വേറെ ഒരു പാരലൽ ലൈനിൽ അല്ലെ, ഈ രണ്ട് ലൈൻസും പാരലൽ ആയിട്ടാണ് വരച്ചേക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, പാരലൽ ലൈനിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഓപ്പോസിറ്റ് വെർട്ടെക്സ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് വേറൊരു രീതിയിലും വേറൊരു ട്രയാങ്കിൾ ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ദാ എയിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, എന്നിട്ട് ദാ ഇങ്ങനെ വരച്ചു. സി, ഇവിടുത്തെ ഒരു പ്രത്യേകത, ബേസ് ഞാൻ മാറ്റിയിട്ടില്ല, പക്ഷെ വെർട്ടെക്സ് എന്ന് വെച്ചാൽ ടോപ്പ് മോസ്റ്റിലുള്ള വെർട്ടെക്സ് ഞാൻ ഒന്ന് മാറ്റി, ബിന്ന് മാറ്റിയിട്ട് പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പിയും ഈ പറയുന്ന ബിയും ഒരേ ലൈനിലാണ് അല്ലെ, വിച്ച് ഈസ് പാരലൽ ടു ദ ബേസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും സെയിം ആയിരിക്കും. ഇതുപോലെ എനിക്ക് എന്തോരം വേണമെങ്കിലും ട്രയാങ്കിൾസ് വരയ്ക്കാം. ഇപ്പൊ ഞാൻ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുമെന്ന് വിചാരിച്ചു. സെയിം ഇങ്ങനെ, ഈ ഒരു ട്രയാങ്കിളിലും ബേസ് ഞാൻ എ സി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ക്യൂ എന്നിട്ടേക്കാം പേര്. ഈ ബേസ് എ സി തന്നെയാണ്, പക്ഷെ ആ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മുകളിലുള്ള വെർട്ടെക്സ് ഞാനൊരു ലൈനിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുവാണ്. ഇങ്ങനെ മൂവ് ചെയ്തു എന്ന് വെച്ചൊന്നും പറ്റത്തില്ല, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സെയിം, അങ്ങനെ ഒരു തിയറം ഉണ്ട്. സോ ആ തിയറം നമുക്ക് ആവശ്യം വരും. അപ്പൊ ഈ ഫിഗറിൽ വെച്ച് പറയുവാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി സെയിം ആസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു സി and which is same as area of triangle എ ബി സി. ഈ ഒരു തിയറവും കൂടി നമുക്ക് ഈ ഒരു പ്രൂഫിന് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിലോട്ട് തിരിച്ചു പോവാം. പ്രൂഫില് സോ നമ്മൾ ആദ്യം ഫിഗർ വരച്ചിട്ടുണ്ട്, ആ ഒരു ഫിഗറിനെ തന്നെ ബേസ് ചെയ്തിട്ട് പ്രൂഫ് എടുക്കാം. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിള് വേണം അല്ലെ, എടുക്കുന്നുണ്ട്. ഇതേ ഫിഗർ ഞാൻ ഇങ്ങോട്ടൊരു കോപ്പി എടുക്കുവാണേ. ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്നാമത് ഏറ്റവും മുകളിൽ ഒരു എ പി ക്യൂ കാണാനുണ്ട് അല്ലെ, എ പി ക്യൂ ഉണ്ട്. ആൻഡ് ആ എ പി ക്യൂവിന് തന്നെ എനിക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എ പി ഞാൻ ബേസ് ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചു. എ പി ആണ് ബേസ്. ഓക്കെ, ആ ബേസിലോട്ട് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. എന്തിനാ, ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ എ പി ക്യൂ എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചു. ഈ ഒരു ട്രയാങ്കിളില് ഓക്കെ, അപ്പർ പോർഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഇപ്പൊ തൽക്കാലം. സോ അപ്പർ പോർഷൻ, ഇതാണ് അപ്പർ പോർഷൻ അല്ലെ. ഈ ഹൈറ്റ് ഇവിടെ ഞാനിപ്പോ ഒരു ക്യൂവിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടില്ല, ഈ പോയിന്റിന് നമുക്ക് ഒരു നെയിം ഇട്ടേക്കാം, എം എന്നോ എൻ എന്നോ എങ്ങാനും പേരിട്ടേക്കാം. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്നൊരു ഇക്വേഷൻ കിട്ടുമല്ലോ. ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ ഹാഫ് ഓഫ്, ഇപ്പൊ ഞാൻ ഓൾട്ടിറ്റ്യൂഡ് അതല്ല പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിരിക്കുന്നത് എ പിയിലോട്ടാണ്. അപ്പൊ എ പി ആണ് ഇവിടെ ബേസ് അല്ലെ, ഹാഫ് ഓഫ് എ പി ഇൻറ്റു ക്യു എം എന്നെടുക്കാൻ പറ്റും. പിന്നെ അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലെ. ആ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ പി ആണ് ഞാൻ ബേസ് ആയിട്ട് വെച്ചത്, അങ്ങോട്ടുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ് ക്യു എം. അപ്പൊ ഹാഫ് ഓഫ് എ പി ഇൻറ്റു ക്യു എം. ഓക്കെ, എന്തിനാ ഇപ്പൊ ഇതിനകത്ത് എ പി എടുത്തതെന്ന് ചിലപ്പോൾ പിള്ളേർക്ക് സംശയം ഉണ്ടാവും. ബിക്കോസ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിനകത്ത് കണ്ടോ എ പി ബൈ പി ബി, എ ക്യു ബൈ ക്യു സി എന്നൊക്കെയാ പോയിരിക്കുന്നത്. സോ എ പി ഉള്ള ഒരു ഇക്വേഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും ഇതേ ട്രയാങ്കിൾ തന്നെ, ഇതേ ട്രയാങ്കിൾ നമുക്കൊന്ന് മാറി ആലോചിക്കാം. അതായത് ആ ടോപ്പ് മോസ്റ്റ് ട്രയാങ്കിളാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ട്രയാങ്കിൾ. അതില് എനിക്ക് തിരിച്ച് അപ്പുറത്തോട്ടും, അതായത് ഇങ്ങനെയും ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. എ ക്യു എന്ന് പറയുന്നയാളെ ഞാൻ ബേസ് ആയിട്ട് എടുത്താൽ എനിക്ക് ഇങ്ങനെയും ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാലോ. 90 ഡിഗ്രി ആവണമെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 90 ഡിഗ്രിയിൽ ഒരു ലൈൻ പി എന്ന് വരച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ ഞാൻ എന്ന് നെയിം ഇടുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ക്യു എനിക്ക് എങ്ങനെയും കൂടി എഴുതാം, ഹാഫ് ഓഫ് എ ക്യു ഇൻറ്റു പി എൻ എന്നും കൂടി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്തത്, ഏരിയ കണ്ടുപിടിച്ചു അല്ലെ. ഏരിയ ഓഫ് എ പി ക്യു ഇൻ 2 ഡിഫറെന്റ് വേസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്ക് വേറെ രണ്ടാൾക്കാരെ കൂടി നോക്കാം. ഇതേ ഫിഗർ തന്നെ. സി, നമ്മുടെ കയ്യിൽ ബേസിക്കലി പാരലൽ ലൈൻസ് ഉണ്ടല്ലേ. നമ്മൾ ഗിവൺ ഡാറ്റ ആയിട്ട് പാരലൽ ലൈൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാരലൽ ലൈൻസിന്റെ ഇടയിൽ നമുക്ക് ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദേ ഇങ്ങനെ ഞാനൊരു ലൈൻ വരച്ചാൽ എനിക്ക് അതിനകത്തൊരു ട്രയാങ്കിൾ കിട്ടുമല്ലോ. ബി ക്യു സി ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ടും വരയ്ക്കുമെന്ന് വിചാരിച്ചു. വരച്ച് കാണിക്കാം. ദാ എങ്ങനെ, ഇപ്പൊ എനിക്കൊരു ട്രയാങ്കിൾ ഇവിടെ കിട്ടിയില്ലേ, ബി പി സി. ഞാൻ നെയിം ചെയ്തേക്കാം.
അപ്പം കിട്ടുന്ന ട്രയാങ്കിള് ബി ക്യു പി ഉണ്ട്, ഈ ട്രയാങ്കിള് അതുപോലെ പി ക്യു സി ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിനെ നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? ഇതിനകത്തുനിന്ന് എനിക്ക് പി ബി കിട്ടും. ഓക്കെ, പി ബി എനിക്ക് പ്രൂഫിനകത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇവിടുന്ന് എനിക്ക് ക്യു സി കിട്ടും റൈറ്റ് സൈഡിൽ നിന്ന്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ പി പി ക്യു ഉണ്ട്, ഇവിടെ ട്രയാങ്കിൾ ക്യു പി സിയും ഉണ്ട്. ഓക്കെ, ഇവിടെ ബേസ് ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നയാള് ബി പി ആണ്. അപ്പോ മുമ്പ് നമ്മൾ പറഞ്ഞ മാതിരി ഈ ബി പി എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയുണ്ട്, പക്ഷെ ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെ. കണ്ടോ, ഈ പി എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് വന്ന് നിൽക്കുന്നത്. കണ്ടോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ എന്ത് പറ്റും, നമുക്ക് ഹൈറ്റ് വേണ്ടേ? ഇത് ബേസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇത് ബേസാ. അപ്പൊ ഇങ്ങോട്ടുള്ള ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. വേണമല്ലോ. അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ തൊട്ട് മുമ്പ് വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ സെയിം എം. അപ്പൊ സെയിം പെർപെൻഡിക്കുലർ ആയിരിക്കും ഇവിടുന്ന് വരയ്ക്കാൻ പോകുന്നത് അല്ലേ? ആണല്ലോ, ബേസിക്കലി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വരച്ചേക്കാം. ക്യൂവിന്ന് എനിക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ട്, വിച്ച് ഈസ് സെയിം ആസ് ദ ബിഫോർ. നമ്മൾ ഇതിനു മുമ്പ് വരച്ചത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ക്യു എം തന്നെയാണ്. ഈ ഒരു കേസിൽ ബി പി ഞാൻ ബേസ് ആയിട്ട് വെച്ചാലും ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ആയിട്ട് വരാൻ പോകുന്നയാള് ഈ പറയുന്ന ക്യു എം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു പി ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബി പി ഇൻറ്റു ക്യു എം എന്ന് എഴുതാൻ പറ്റും. ആണല്ലോ, ഇത് രണ്ടും ഹൈറ്റ് ഈക്വൽ ആയിട്ട് എടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ട്രയാങ്കിൾ എടുക്കാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു പി സി. ഓക്കെ, ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ബേസ് ആയിട്ട് ക്യു സി ആണെന്ന് വിചാരിച്ചു ബേസ് ആയിട്ടിരിക്കുന്നത്. ഈ ക്യു എന്ന് പറയുന്നിടത്ത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കുന്നത്, അല്ലെ, ഒരു വലിയ ആംഗിൾ ആയിരിക്കുന്നത്. സോ നമുക്ക് ഹൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളിത് ഇങ്ങനെ നീട്ടണം. പിന്ന് നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതായിരിക്കും ഹൈറ്റ് ഓഫ് ദ ബേസ് ക്യു സി ഫ്രം ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് പി ഇൻ ട്രയാങ്കിൾ ക്യു പി സി. അല്ലെ, ഇതാണല്ലോ ഹൈറ്റ് വരേണ്ടത്. ഈ ഹൈറ്റ് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് വരച്ചായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മളിത് പ്രൂവ് ചെയ്യുമ്പോൾ ഒറ്റ ഫിഗറെ വരയ്ക്കുള്ളൂ. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിഫറെന്റ് ആയിട്ട് വരയ്ക്കുന്നത്. അവസാനം നമുക്ക് എല്ലാം കൂടി ഇതിനകത്തോട്ട് വരച്ചേക്കാം. ഓക്കെ, ഇത് എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് തന്നെ വരച്ചായിരുന്നു കേട്ടോ. തൊട്ട് മുകളിൽ ഇരിപ്പുണ്ടല്ലോ എൻ എന്നും പറഞ്ഞിട്ടൊരു 90 ഡിഗ്രി ലൈൻ വരച്ചായിരുന്നു, ഓൾട്ടിറ്റ്യൂഡ് വരച്ചായിരുന്നു. സോ പി എൻ. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ക്യു പി സിയുടെ ഏരിയ വെൻ ക്യു സി ഈസ് ടേക്കൺ ആസ് ദ ബേസ്, ഇതാണ് നമ്മുടെ ബേസ്. അപ്പൊ ഹാഫ് ഓഫ് ക്യു സി ഇൻറ്റു പി എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് ഇത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദിസ് ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത രണ്ട് ട്രയാങ്കിൾസ്, ഇവിടെ രണ്ട് സൈഡിലും കാണുന്നില്ലേ, ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസും ഇൻ ബിറ്റ്വീൻ ദ സെയിം പാരലൽ ലൈൻസ് ആണ്. നമ്മൾ തിയറി പഠിച്ചില്ലായിരുന്നോ, ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ട്രയാങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഏരിയ സെയിം ആയിരിക്കും. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി പി ക്യു ഈ സെയിം ആസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു പി സി എന്ന് എഴുതാലോ. ഇവർ രണ്ടുപേരുടെ ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റേഷ്യോയിലോട്ട് മൂവ് ചെയ്യുവാണ്. സോ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. എ പി ബൈ പി ബി എന്ന് വരുന്നു അല്ലെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് തുടങ്ങാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ക്യു ഡിവൈഡഡ് ബൈ, അതിനകത്ത് ഇവിടെ എ പി ഉണ്ട് കേട്ടോ, എ പി ഉണ്ട്, അതുകൊണ്ട് ആ റേഷ്യോ ആദ്യം എടുക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ക്യു ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു പി ബി എടുത്തേക്കാം. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ, സോറി കോപ്പി ആയില്ലായിരുന്നു. ഓക്കെ, ക്യു പി ബി. ഓക്കെ, ഇവരുടെ റേഷ്യോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് അറിയാലോ, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ റേഷ്യോയിലോട്ട് നമ്മുടെ ആൻസർ എത്തണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ റേഷ്യോ ഇപ്പൊ നമ്മൾ ഈ ഏരിയാസ് ചൂസ് ചെയ്തത്. ഇപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു പി ഈ ഒരു ഫോമിൽ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ, ഓക്കെ റേഷ്യോ ആണ് കേട്ടോ, ഞാൻ ബൈ ഇട്ടേക്കാം. ഡിവൈഡ് ബൈ ഇടണം സിമ്പിള്. ആൻഡ് പി ക്യൂ ബി ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി അങ്ങോട്ട് എടുക്കുക. അപ്പൊ ഫ്രം 1 and 3 ആണ് നമ്മളിപ്പോ ഒരു റേഷ്യോയിലോട്ട് മൂവ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് വന്നത് ഫ്രം സ്റ്റേറ്റ്മെന്റ് 1 and 3. കണ്ടോ, എ പി ക്യൂന്റെ ഇക്വേഷൻ ഫ്രം 1 ആൻഡ് ക്യൂ പി വിയുടെ ഇക്വേഷൻ ഫ്രം 3 ആണ്.
ഇതിനകത്ത് ക്യു എം ഈസ് കോമൺ അല്ലെ, ഹാഫും കോമണാ ക്യു എമ്മും കോമണാ, കട്ട് ചെയ്തു. അപ്പൊ ഈ റേഷ്യോ എത്രയാന്ന് തോന്നുന്നു? എ പി ബൈ ബി പി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫിഫ്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇരുന്നോട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി മൂവ് ചെയ്യാം. ഇനി നമുക്ക് ട്രയാങ്കിൾ ഏരിയ എ പി ക്യു അല്ലെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ക്യു നമ്മൾ വേറൊരു രീതിയിലും കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് നമുക്ക് യൂസ് ചെയ്യാം. സി, ഈ ഇക്വേഷൻ ആണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി യൂസ് ചെയ്തു. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. ഇതായിരുന്നു സെക്കൻഡ്. ആൻഡ് ഇവിടെ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോരുത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ ആണ്. ഓക്കെ, ഫ്രം 3 ആൻഡ് ഫ്രം 2 ആൻഡ് 4 എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഫ്രം 2 ആൻഡ് 4 നമുക്ക് എങ്ങനെ എടുക്കാം? ട്രയാങ്കിൾ ഏരിയ എ പി ക്യു divided by the area of this triangle is, we can take the ratio between these two അല്ലെ, this one divided by this one. ഇങ്ങനെയാക്കാൻ പറ്റുമല്ലോ. ഇതിലും നമുക്ക് കോമൺ ആയിട്ടുള്ള പലരും ഉണ്ട്. സോ റേഷ്യോ ആണ് എടുക്കുന്നത് കേട്ടോ. ഹാഫ് കട്ടായി പോയി, പി എൻ കോമൺ ആണ്, കട്ടായി പോയി. ബാക്കി ആരോ ഉള്ളൂ? എ ക്യു ബൈ ക്യു സി. ഇത് നമ്മുടെ സിക്സ്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആൻഡ് വി നോ ദിസ് ഇസ് എ നോൺ തിങ്, ഏരിയ ബിറ്റ്വീൻ പാരലൽ ലൈൻസ് വിത്ത് ദ സെയിം ബേസ് ഇസ് ഓൾവേസ് ദ സെയിം. ഈ ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ബി പി ക്യൂന്റെ ഏരിയയും ക്യു പി സിയുടെ ഏരിയയും സെയിം ആണ് അല്ലെ, നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. സോ നമുക്ക് നോക്കാം. ഈ ഫിഫ്തിലും സിക്സ്തിലും നോക്കിക്കേ, ക്യു പി ബി ഇവിടെ വന്നിട്ടുണ്ട്, ക്യു പി സി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ഏരിയ ആണ് അല്ലെ. അതായത് ഡിനോമിനേറ്റേഴ്സ്, ഇവിടെയുള്ള ഡിനോമിനേറ്ററും ഈ ഡിനോമിനേറ്ററും സെയിം ആണ് ആൾക്കാർ. അതുപോലെ എ പി ക്യു ബൈ എ പി ക്യു. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്ത് പറയാം? സിൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ QPB is same as area of triangle QPC, നമുക്ക് ഈ രണ്ട് റേഷ്യോസും സെയിം ആണെന്ന് പറയാം അല്ലെ. This one is same as this one. Clear ആണോ? Because denominators are actually the same because they are the triangles between two parallel lines with the same base. അപ്പൊ APQ ആണ്. ന്യൂമറേറ്റർ പിന്നെ ടെൻഷൻ ഒന്നുമില്ല, APQ തന്നെയാണ്. So from 6 and 5 എന്താ കിട്ടിയത്? നമുക്ക് രണ്ട് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നേക്കുന്നത് എ പി ബൈ പി ബി ആണ് അല്ലെ. ഫിഫ്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെയായിരുന്നു, എ പി ബൈ പി ബി ഈസ് സെയിം ആസ് എ ക്യു ബൈ ക്യു സി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് ആണല്ലോ. സോ നമുക്ക് പ്രൂഫ് കഴിഞ്ഞു, ഹെൻസ് പ്രൂവ്ഡ്. ഇനി നമുക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്തത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. സോ ഇതായിരുന്നു ബേസിക്കലി നമ്മുടെ ഫിഗർ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത്രയും ഫിഗറൊന്നും നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്നില്ല, ഒരൊറ്റ ഫിഗറെ വരയ്ക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ആംഗിളിൽ ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. സോ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഒരു എന്ത് വേണം? 90 ഡിഗ്രി, അതായത് ഓൾട്ടിറ്റ്യൂഡ് ടു എ പി, ആ ഒരു ലൈനിൽ ഒരു 90 ഡിഗ്രി വരയ്ക്കുന്നുണ്ട്. ആ ഇവിടെ നമ്മൾ നെയിം ചെയ്തത് എം എന്നായിരുന്നു അല്ലെ. കണ്ടോ, എം എന്നാണ് നെയിം ചെയ്തിരുന്നത്. ഇതിന് താഴെയുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 90 ഡിഗ്രി ലൈൻ നമുക്ക് ആവശ്യമുണ്ട്. ആ ലൈനിന് നമ്മൾ നെയിം ഇട്ടായിരുന്നു, പി എൻ ആയിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് ആണ് ഇത് രണ്ടും. ഓക്കെ, 90 ഡിഗ്രി ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസിക്കലി നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് അറിയാമോ? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ പി ക്യു നമ്മൾ 2 ഡിഫറെന്റ് ബേസിൽ എടുത്തു. എ പി ബേസ് ആയിട്ടും ഏരിയ എടുത്തു, അതുപോലെ എ ക്യു ബേസ് ആയിട്ടും ഏരിയ എടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു അല്ലെ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇങ്ങനെ ഒരു ലൈനും വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി ക്യു എടുത്തു. ബി പി ക്യുവിന്റെ ഏരിയ എടുക്കുമ്പോൾ അവിടെ എന്താ വേണ്ടത്? നമുക്ക് ഹൈറ്റ് ആയിട്ട് ക്യു എം ആണ് എടുത്തത്. ഓക്കെ, മറന്നു പോയിട്ടില്ലല്ലോ, ക്യു എം ആയിരുന്നു ഈ ഒരു യെല്ലോ കളർ ട്രയാങ്കിളിന്റെ ഏരിയ എടുത്തപ്പോൾ ഹൈറ്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, മറന്നു പോവാതിരിക്കാൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ഇതേ ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, ഈ ട്രയാങ്കിൾ അല്ലെ. ബിക്കോസ് ദേ ആർ ഫോം ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്, അപ്പൊ ഏരിയ സെയിം ആയിരിക്കും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് ആയിട്ട് ആരെ എടുക്കും? പി എന്നെ എടുക്കും.
ബേസ് ആയിട്ട് ക്യൂസീനെ എടുക്കും. ഈ രീതിയിലാണ് പ്രൂഫ് പോയത്. കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗർ മാത്രമേ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സ്റ്റെപ്സ് സാധാരണ പോലെ എഴുതി എഴുതി പോയാൽ മതി, ഇപ്പൊ എഴുതിയ പോലെ തന്നെ. ഓക്കെ, താങ്ക് യു.